ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വാട്ട ഇറ്റേ ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും ഗ്രീൻ പീസ് കറിയോ പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇതെന്താ സാധനമെന്ന് അറിയത്തില്ല, എള്ളൊക്കെ ഇട്ടൊരു പപ്പടം പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് അപ്പുറത്തുള്ള നമ്മുടെ ദീദി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 11 ആയപ്പോഴത്തേന് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അത് ഒരെണ്ണം കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ടുവന്ന ഒരു പീസ് അലുവ എടുത്ത് കഴിച്ചു. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ കറി എന്ന് പറയുന്നത് പുളിശ്ശേരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, വെളുത്തുള്ളി അച്ചാർ ഉണ്ടായിരുന്നു, ഉണക്കനെത്തോലി ഉണ്ടായിരുന്നു, പിന്നെ നാട്ടിൽ നിന്നുകൊണ്ടുവന്ന മീനച്ചാർ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ പാവയ്ക്ക വറ്റൽ ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ പയർ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ കൊണ്ടാട്ടവളം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ലാവിഷായിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് ചായ ഇട്ടു. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനെന്ന് പറഞ്ഞാൽ കേക്ക്, പ്ലം കേക്ക്, നാട്ടിൽ നിന്നുകൊണ്ടുവന്ന പ്ലം കേക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതും ചായയും കൂടെ കഴിച്ചു. പിന്നെ ഒരു 7:30 ആയപ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് കഴിച്ചപ്പോൾ നല്ല പഴുത്ത മാങ്ങിയിരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അതും 2 പീസ് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു 9:30 ആയപ്പോഴത്തേന് നമ്മൾ ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ ഉച്ചത്തെ അതേ സെയിം കറി തന്നെ ആയിരുന്നു. പിന്നെ രാവിലത്തെ ബാക്കി പൂരിയും ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അതും കഴിച്ചു. പിന്നെ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് പാലും കൂടെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ